വക്രദൃഷ്ടി തുടരുന്നു. വെറുതെയല്ല പ്രധാനമന്ത്രിയോടൊപ്പം കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാൻ ഉമ്മൻചാണ്ടിയെ വിളിക്കാത്തത്. സകല ഗ്രൂപ്പുകാരും കൂടി ഇടിച്ചു കയറിയാൽ കുമ്മനത്തിന് പോയിട്ട് പ്രധാനമന്ത്രിക്ക് തന്നെ ഇരിപ്പിടം കിട്ടാതാവും. എന്തായാലും ഇന്ന് കോൺഗ്രസ് സംഘടിപ്പിച്ച ജനകീയ മെട്രോ യാത്രയിലെ തിക്കും തിരക്കും കാരണം ഉമ്മൻചാണ്ടിക്ക് ആദ്യ ട്രെയിൻ തന്നെ മിസ്സായി. പൂരമായി പൊടി പറത്തിയൊരോളമായി ചുണയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത തകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മംഗളങ്ങൾ കുഴവയായി കുഴലുമായി കൊടുമുടി കൊടുക്കാൻ ഇതെന്തോ നല്ലൊരു ചുറ്റും കൂടി നിൽക്കുന്നത്. ഇതെന്തോ വെള്ളേ വെള്ളേ ഉജാലയുടെ പരസ്യ. എല്ലാവരും ഇടിച്ചേറി എങ്ങോട്ട് പോവുക? ഇതകത്തെ തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. ഇങ്ങോട്ട് മാറിയേ ഒന്ന് ഒതുങ്ങിയിരിക്കുവോ? എല്ലാരും എനിക്ക് സൈഡ് സീറ്റ് വേണം, കാറ്റ് വളരണം. രാജാവിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കാകുന്ന മഹിഷ്മതി രാജ്യത്തെ ജനങ്ങൾ ആർപ്പ് വിളിച്ചത് ബാഹുബലിയുടെ പേര് പറഞ്ഞിട്ടാണ്. പിണറായി വിജയൻ മെട്രോയുടെ ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ ഉമ്മൻചാണ്ടി ഇരുത്തിയാൽ അവിടെ ആർപ്പ് വിളിക്കുന്ന ആളുകൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞായിരിക്കും ആർപ്പ് വിളിക്കുന്നത്. പ്രധാനമന്ത്രിയോടൊപ്പം ഉള്ള കുമ്മനത്തിൻ്റെ കൊച്ചി മെട്രോ യാത്രയെ പിന്തുണച്ച് PC ജോർജ്. ആരോടും മിണ്ടാത്ത പിണറായി കൂടെയുള്ളപ്പോൾ പ്രധാനമന്ത്രിക്ക് മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ കുമ്മനം വേണ്ടേ എന്നാണ് PC-യുടെ വാദം. പ്രധാനമന്ത്രി അവിടെ ചെന്നിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തോടൊപ്പം കൂടി ഒരു മഹാഭാവവും ഇല്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അണ്ടന അടകോളം കൂട്ടത്തിലുണ്ടായിരുന്നില്ലേ? പിണറായി മാത്രം പിന്നെ മുഖം വീർപ്പിച്ച് ആരെയും കയറ്റുകയില്ലാത്തതുകൊണ്ട് ആരുമില്ല. അത് CPM-ൻ്റെ ഒരു ലൈൻ, അത് പിണറായി ലൈനാണ്. അത് പ്രധാനമന്ത്രി പോകുന്നിടത്ത് പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ആ സംസ്ഥാന പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ എന്നൊരു പ്രധാനമന്ത്രിയാണ്. കുമ്മനം മെട്രോയിൽ കയറിയതൊന്നുമല്ല PC ജോർജിനെ വേദനിപ്പിച്ചത്. കൊച്ചി മെട്രോയുടെ പിതാവായ ഉമ്മൻചാണ്ടിയെ ചടങ്ങിന് വിളിക്കാത്തതിലാണ് ജോർജിൻ്റെ പരിഭവം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പദ്ധതിയുടെ ആരംഭം കുറിച്ച് ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ, അതായത് കൊച്ചിൻ്റെ ക്രിസ്ത്യാനിയുടെ തലയിലാണ് കൊച്ചി ഹിന്ദുക്കളാക്കി കൊച്ചിൻ്റെ 28 കെട്ടിൽ നിന്ന് അച്ഛനെ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഉമ്മൻചാണ്ടിയെ വിളിക്കാത്തത്. മനസ്സിലായില്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ് മാമൂസ കല്യാണം. മാമൂസായിക്ക് കൊച്ചിൻ്റെ അപ്പനെ വിളിക്കാതെ മാമൂസ വെക്കുന്നത് ശരിയാണ്. കൊച്ചിൻ്റെ സുന്നത്ത് നടത്തുമ്പം അതിൻ്റെ വാപ്പായോടൊന്ന് പറയണ്ടേ? അതുപോലെ ഉമ്മൻചാണ്ടിയോടൊന്ന് പറയേണ്ടതായിരുന്നു. അത് മര്യാദയായിപ്പോയി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും. പനി വാർഡിൽ കേന്ദ്ര വൈദ്യൻ സന്ദർശിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം. എന്താ അസുഖം? എന്തുണ്ടേലും ഡോക്ടറോട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ, നമ്മുടെ സ്വന്തം ആളാണ്. അന്തം വിട്ടു നോക്കി ഗ്രാമമാവേ എങ്ങോട്ട് വന്ന ദൈവദൂതൻ. പനി വാർഡിലേക്ക് ഒരു അപ്രതീക്ഷിത സന്ദർശകനും എത്തി. പനിച്ചു വിറയ്ക്കുന്ന കേരളത്തിന് കേന്ദ്ര സഹായവും ഈ കേന്ദ്ര വൈദ്യൻ ഓഫർ ചെയ്തു. അനാവശ്യ വിവാദങ്ങൾക്കും ഹർത്താലുകൾക്കും ഇടയിൽ നമ്മുടെ ആരോഗ്യരംഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴെങ്കിലും സമയം കിട്ടിയത് നന്നായി. ആദ്യം വാർഡ്, പിന്നെ ക്യാബിൻ. സാർ, അങ്ങനെയാണെങ്കിൽ ആദ്യം 6 വാർഡിൽ പോകാം. എന്താ അസുഖം? എന്തുണ്ടേലും ഡോക്ടറോട് തുറന്നു പറഞ്ഞോളൂ കേട്ടോ, നമ്മുടെ സ്വന്തം ആളാണ്.
അന്തം വിട്ടു നോക്കി ഗ്രാമമാകെ എങ്ങൊന്നില്ല വന്ന ദേവദൂതൻ തലോടലാലി നീറ്റിലോളമാല കെട്ടും കാറ്റിനാൽ തളർച്ച മാറ്റി നാടിനെന്തു പൊന്നിനെന്തു വന്നതോ. ഫോട്ടോഗ്രാഫർ ഇവിടെ ഉണ്ട്. താൻ ഈ കല്യാണ പെണ്ണിനെ പോലെ പിന്നിൽ കുണുങ്ങി കുണുങ്ങി നിൽക്കാണ്ട് എന്റെ കൂടെ ഒപ്പം നിൽക്ക്. ഡെങ്കിപ്പനി ബാധിച്ചവരോടൊപ്പം മറ്റ് രോഗങ്ങൾ ബാധിച്ചവരെ കിടത്താൻ പാടില്ല. ഇവിടെ ആ ഒരു കീഴ്വഴക്കമോ നിയന്ത്രണമോ നിബന്ധനകളോ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ ഖേദകരമാണ്. പുറത്ത് തിച്ചു നിൽക്കും ഉജ്വല പ്രഭാവമേ വരൂ വരൂ തുടിക്കും ആത്മവീര്യമേ. തൊലിയ ചണ്ടയാടി നടപ്പ് ഇടത്തും വലത്തും താളം തുടിച്ച് ചിരിച്ചു മധ്യരെ മയക്കും പോക്ക് കണ്ടില്ലേ. കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ഈ കാര്യത്തിൽ ഇടപെട്ട് ഇവിടുത്തെ രോഗബാധിതരായിട്ടുള്ളവർക്ക് ആശ്വാസ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം ഇടണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവിടുന്ന് ഒരു കേന്ദ്ര വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ ആവശ്യം അംഗീകരിക്കും എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത്. വാക്കിൽ തെൻകനിവും നോക്കിൽ സാന്ത്വനവും ക്രമത്തിന്റെ ഭാഗ്യമണി. കുഞ്ഞെ ഞങ്ങൾ ഇപ്പൊ പോകണം. ഇതിനോടനുബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. സെൻട്രൽ ഓഫീസിലേക്ക് വിളിക്കണം. പനിക്ക് സ്വയം ചികിത്സ പാടില്ലെന്നാണ്. ആശുപത്രിയിൽ തന്നെ പോകണം. പക്ഷെ രാഷ്ട്രീയ വൈദ്യന്മാർ ആദ്യം സ്വയം ചികിത്സിക്കുന്നത് നന്നായിരിക്കും. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.